ഒരു മാറ്റം പ്രതീക്ഷിച്ചു ബിഗ് ബോസ് സീസൺ 7-ൽ. പക്ഷെ ഇപ്രാവശ്യവും ബിഗ് ബോസ് തോറ്റു, PR ജയിക്കുന്നു. അതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഫാമിലി റൗണ്ടുമായി ബന്ധപ്പെട്ട് അനിമോളുടെ വീട്ടുകാർ ഹൗസിനുള്ളിലേക്ക് പോകുകയും അതിനുശേഷം പുറത്തു വരികയും ചെയ്തിട്ട് പബ്ലിക്കലി മീഡിയകളുടെ മുന്നിൽ നടത്തിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ. അവർ പറയുന്ന ആർമി എന്താണെന്നോ ആ ആർമികളിലുള്ള പരിപാടികൾ എന്താണെന്നോ എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒറ്റ കാര്യം, ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒറ്റ ആർമി മാത്രമേ ഉള്ളൂ, അത് ഇന്ത്യൻ ആർമി മാത്രമാണ്. അല്ലാതെ മറ്റു ആർമികളോ അത്തരത്തിലുള്ള ഒന്നും തന്നെ എന്നെ ബാധിക്കുന്നതോ എന്നിലൂടെ കടന്നു പോകുന്നതോ ആയിട്ടുള്ള വിഷയങ്ങളല്ല. ഞാൻ ഇതിന്റെ ഒന്നും ഭാഗവാക്കാവുന്ന ആളുമല്ല. ഞാനൊരു സാധാരണയായിട്ടുള്ള മനുഷ്യനാണ്. പിന്നെ ഈ പറയുന്ന ആളുകളോട് പറയുന്നുണ്ട്, ഞാൻ ആരുടെയും PR അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു അജണ്ടയും ഇതിനകത്തില്ല. പക്ഷെ പറയേണ്ട കാര്യം അത് ഏത് പൊന്നു തമ്പുരാനോടായാലും പറയാൻ മടിയില്ലാത്ത ഒരു സാധാരണ മനുഷ്യനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അനുമോളുടെ കുടുംബം, ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ അനുമോളെ പിന്തുണച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ വളരെ അനുമോളുടെ ആ ഒരു അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെ, അല്ലെങ്കിൽ അവിടെ നിന്നിരുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെറിയൊരു പാർഷ്വാലിറ്റികളെ, അനുമോളോട് കാണിച്ചിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളെ, ഇതിനെല്ലാത്തിനെയും വ്യക്തമായ രീതിയിൽ അനുമോളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അനുമോൾ ചെയ്തിരുന്ന തെറ്റുകളെ അതേ രീതിയിൽ എതിർത്തിട്ടുമുണ്ട്. അതിവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളുടെ കാര്യത്തിലും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി തുടക്കത്തിൽ ഞാൻ വളരെ ശക്തമായ രീതിയിൽ എതിർത്തിരുന്ന, എനിക്ക് വ്യക്തിപരമായിട്ട് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു ഈ പറയുന്ന അനീഷ്. പോകെ പോകെ അനീഷാണ് ശരിയെന്ന് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കഴിവുകൾ കൊണ്ട്, അവിടെ ഹൗസിൽ നിന്ന് സർവൈവ് ചെയ്ത രീതികൾ കൊണ്ട് തെളിയിച്ചു കൊടുത്തപ്പോൾ നമ്മൾ ശരിയെ അംഗീകരിക്കാൻ പഠിക്കുന്ന കൂട്ടത്തിൽ അനീഷിനോടുള്ള ഒരു ആദ്യത്തെ ഒരു അറപ്പും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മനുഷ്യനോടുള്ള എന്റെ ഒരു എതിർപ്പും എനിക്ക് മാറിയിട്ട് ഒരു താല്പര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. എനിക്ക് ഓക്കെയാണ് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, എന്റെ പേഴ്സണൽ ഇടത്ത് എനിക്ക് ഒരാൾ അങ്ങനെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് തന്നെയാണ് അനീഷ്. എനിക്ക് അനുമോളും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അനുമോളുടെ കുടുംബം പുറത്തു വന്ന് നടത്തിയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അത് എത്രമാത്രം ഒരു പ്ലാൻഡ് ആയിട്ടുള്ള സാധനമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവിടെ ഒരുപാട് മത്സരാർത്ഥികളുണ്ട്. കാരണം അവിടെ ഇപ്പം അകത്ത് നിൽക്കുന്ന മറ്റൊരു മത്സരാർത്ഥികളെ കുറിച്ചും വന്ന് പറയാതെ, ഒരു മത്സരാർത്ഥി കുറച്ച് ആളുകളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുന്ന, എന്തിനേറെ ചിലപ്പോൾ കപ്പ് വരെ അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൂടി അല്ല, അതായത് അനീഷിന്റെ അനിയനെയും കൂടി ഇപ്പോൾ ഇവരെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. അനിയൻ ഉൾപ്പെടെയുള്ള ടീമാണ് പുറത്ത് അനുമോൾക്കെതിരെ വ്യാജ അലിഗേഷൻസും വളരെ മോശമായ രീതിയിൽ പരാമർശം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയയുടെ മുന്നിൽ വന്നു നിന്ന് അനുമോളുടെ സഹോദരി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് എന്തുമാത്രം നീചമാണ്, എന്തുമാത്രം ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഗെയിം തന്ത്രമാണ് അത് കളിച്ചിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വ്യക്തമായ PR ആണെന്ന് ഇവിടുത്തെ മലയാളികൾക്കറിയാം. ഒരു വ്യക്തമായ രീതിയിൽ അവരുടെ ഫാമിലി വർക്ക്ഔട്ട് ചെയ്തു എന്ന് തോന്നുന്നതിൽ ഒരു സാധാരണ മനുഷ്യന് സംശയം തോന്നിയാൽ തെറ്റ് പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു തോട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അനീഷെ പിന്തുണയ്ക്കാൻ വേണ്ടിയല്ല, ഈ ചെയ്ത അനീതി എന്ന് പറയുവാൻ വേണ്ടിയാണ്. അത് ഉച്ചത്തിൽ പറയും. ഇവിടെ തോൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ അകത്തവർ കളിക്കുന്നതിനെയാണ് മലയാളികൾ വിലയിരുത്തുന്നത്, അല്ലാതെ പുറത്തുള്ള ആളുകളുടെ കളികളെ അല്ല ഇവിടുത്തെ മലയാളികൾ വിലയിരുത്തുന്നത്. ഒരു കൂട്ടം ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, പുറത്തുള്ള ഒരു കൂട്ടം മനുഷ്യർ എന്ത് തരത്തിലുള്ള കൂട്ടായ്മകളോ സംഘടിപ്പിച്ചോട്ടെ, അവർ കൂട്ടമായിട്ട് മറ്റുള്ളവരെ ആക്രമിച്ചോട്ടെ, പക്ഷെ അവിടെ വ്യക്തമായിട്ട് തങ്ങളുടെ സ്പേസിനകത്ത് അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളും കളിക്കുന്നുണ്ട്. അവിടെ അവരെ എതിർക്കുന്നുണ്ട്, അവർ ശക്തമായ നിലപാടുകളോട് ഉറച്ചു നിൽക്കുന്നുണ്ട്, ചില വീഴ്ചകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പുറത്തുള്ള ആളുകൾ അവർക്ക് വോട്ട് നൽകുന്നത്. ആ വോട്ടിനെ കൂടി മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മനുഷ്യനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കുടുംബം ഒന്നടങ്കം വന്നു നിന്ന് ആർഗ്യുമെന്റ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മത്സരം കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ നടത്തുമ്പോൾ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം ഇവിടുത്തെ സാധാരണ മനുഷ്യനുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനെ ഏത് തരത്തിലും നമുക്ക് ആക്രമിക്കാം. നിങ്ങൾ അതിൽ പറയുന്നുണ്ട് അവിടെ അകത്തവർ തമ്മിൽ പ്രശ്നമില്ല, പുറത്താണ് പ്രശ്നമെന്ന്. അപ്പോൾ പുറത്തുള്ള പ്രശ്നത്തിന് എന്തിനാണ് ആ മനുഷ്യന്റെ പേര് ഡ്രാഗ് ചെയ്തത്? അകത്തുള്ള ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ ഇവിടെ പുറത്ത് പല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്നെ അവിടെ രണ്ട് വശം കേൾക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു മനുഷ്യൻ അകത്തു നിന്ന് തന്റെ സ്പേസിൽ മത്സരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ മനുഷ്യനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ സാധാരണ മനുഷ്യർ ആരോടൊപ്പം നിൽക്കും? കൂട്ടമായി ആക്രമിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്താ പറയുക, ഒരു പ്രത്യേക പ്രൊപ്പഗൻഡ അജണ്ടകൾ പ്ലാൻ ചെയ്തു വന്ന് ആക്രമിക്കപ്പെടുമ്പോൾ ആ മനുഷ്യന്റെ കൂടെ ചേരാനായിരിക്കും ഇവിടുത്തെ ആളുകൾ കൂടുതൽ ശ്രമിക്കുക. അനുമോളിനി എത്ര മനോഹരമായി കളിച്ചാലും, അനുമോളിനി തന്റെ ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് ഹൗസിനുള്ളിൽ കൊടുത്താലും
ഈ കുടുംബം തന്നെയാണ് ഇപ്പൊ അനുമോൾക്കെതിരെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. അനുമോളുടെ ഈ കുടുംബം നടത്തിയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എനിക്ക് തോന്നുന്നു അനുമോളുടെ ഗ്രാഫ് താഴാനാണ് സാധ്യത, അത് കയറാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം അനുമോള് ചെയ്തു വെക്കുന്ന നല്ല പ്രവർത്തികളെ പോലും ഇനി ഒരു പക്ഷേ നാളെ ഡീഗ്രേഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അനുമോളെ എന്താ പറയാ പെങ്ങളൂട്ടിയെ പോലെ കണ്ട ആദ്യത്തെ വീക്കില് ഈ പറഞ്ഞ ടീം ഒന്ന് ക്യാൻവാസ് ചെയ്തു എന്നും അതിനെ ഒരു PR വർക്കായിട്ട് എടുത്തു എന്നും അതിനെ മാർക്കറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാരോടാ പറയുന്നത്? ഇത് ചിരിയാണ് വരുന്നത്. ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. ഇവിടുത്തെ സാധാരണ ആളുകൾ അവിടെ ഹൗസിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെ കണ്ടവരാണ്. ബിഗ് ബോസ് കാണുന്നവർക്കറിയാം എന്റെ ഹൗസിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നും എന്റെ ഹൗസിനകത്ത് ഓരോ മത്സരത്തെയും എന്തൊക്കെ ഔട്ട്പുട്ടാണ് പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത് എന്നും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളോട് വളരെ ബഹുമാനത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പറയുന്നുണ്ട്, നിങ്ങളിപ്പോ കാണിച്ചത് മണ്ടത്തനമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മത്സരം നടക്കുന്ന വേളയിൽ തന്നെ ഇത്തരത്തിൽ വന്നൊരു പരാമർശം നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതൊന്ന് ആളുകൾ ചിന്തിക്കും. കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിലായ നിങ്ങളുടെ ഈ പറയുന്ന മത്സരാർത്ഥിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പലതരത്തിലുള്ള സ്റ്റോറികൾ നിങ്ങൾ ചെയ്യാറുണ്ട്. ആ സ്റ്റോറികളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്കെതിരെയുള്ള പരാമർശങ്ങൾ കോട്ട് ചെയ്തിട്ട് അതിനെതിരെ നിങ്ങൾ ക്യാപ്ഷനൊക്കെ വെച്ചിട്ട് അതായിരിക്കും നിങ്ങൾ, ഞാൻ പല വേളകളിൽ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ആ ആളുടെ ഫോട്ടോ സഹിതം വെച്ചിട്ട്, ഏത് ഉള്ളിലുള്ള മത്സരാർത്ഥിയുടെ ഫോട്ടോ സഹിതം വെച്ചിട്ടുള്ള സ്റ്റോറിനെ പോലും നിങ്ങൾ മെൻഷൻ ചെയ്ത സ്റ്റോറിയാക്കി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എന്ത് തരത്തിലുള്ള ഗെയിമാണ്? അപ്പൊ നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ ഇത്തരത്തിൽ അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ അതേ രീതിയിലുള്ള അതിന്റെ മറ്റൊരു വേർഷൻ അല്ലേ നിങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ മറ്റൊരു രൂപമാണ്. നിങ്ങൾ പറഞ്ഞ എന്ത് സാധനമാണോ ആ പറഞ്ഞതിന്റെ വേറൊരു വേർഷനാണ് ഈ പറഞ്ഞ ആളുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ആരും തമ്മിൽ ഇപ്പൊ വ്യത്യാസമില്ല. എല്ലാവർക്കും വേണ്ടത് ആ പറഞ്ഞ അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വിന്നർ കപ്പാണ്. ആ വിന്നർ കപ്പ് നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാതിരുന്നാൽ മാത്രമേ ഈ സീസണിലെങ്കിലും ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു വിജയ് ഇവിടെ ഉണ്ടാവത്തുള്ളൂ. എല്ലാ പ്രാവശ്യവും ജയിക്കുന്നത് PR-കളാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ പാവം ബിഗ് ബോസ് ഒന്ന് വിജയിച്ചോട്ടെ. കാരണം ബിഗ് ബോസ് ഷോ കൊണ്ട് എന്താണോ ജനത്തിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു കണ്ടന്റ്, അതൊന്ന് വിജയിക്കണമെങ്കിൽ ഇവിടുത്തെ PR-കളെ തോൽപ്പിക്കുന്ന ഒരു വിജയ് അവിടെ ഉണ്ടാവണം. അതിനൊരു നോർമൽ ആയിട്ടുള്ള ഒരു കോമണർ ആണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ആളുകൾക്ക് നെറ്റി ചുളിയുന്നു, പിരിയം ചുളിയുന്നു? ഒരു കോമണർക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് എങ്കിൽ അദ്ദേഹം ജയിക്കണം. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു ഫിഗർ അല്ലായിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹത്തിന്റെ ഫിഗർ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു പോയ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം വിട്ടൊരു എഫേർട്ട് ഉണ്ടാവും. ആ എഫേർട്ടിനെയൊക്കെ അംഗീകരിക്കണം. കാരണം മനീഷ് എന്ന് പറയുന്ന ആള് ഇവിടുത്തെ നോർമൽ ആയിട്ടുള്ള മനുഷ്യർക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു മുഖമാണ്. ഒരു തുടക്കക്കാരനായ ഒരു യൂട്യൂബർ. എക്സാമ്പിൾ ആയിട്ട് ഒരുപാട് പേര്, ഇപ്പൊ എന്നെ തന്നെ എടുക്കാം, നമ്മളൊക്കെ വളരെ പിച്ച വെച്ച് നടക്കുന്ന യൂട്യൂബേഴ്സ് ആണ്. നമ്മളെയൊന്നും ഒരുപാട് പേരൊന്നും ഐഡന്റിഫൈ ചെയ്യത്തില്ല. നമ്മള് ചിലപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള കണ്ടന്റുകൾ വെച്ച് നമ്മൾ വീഡിയോ ചെയ്യും. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നട്ടല് നിവർന്ന് നിന്ന് നേരെ ധീരമായിട്ട് പറയും. പക്ഷെ ശ്രദ്ധിക്കാൻ ആളുണ്ടാവില്ല. ചില ആളുകളുടെ വീഡിയോകൾക്ക് നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ടാവും. നമ്മളുടെ ഫിഗറിനെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ ആ ഒരു സ്പേസിലേക്ക് ഇവിടെയുള്ള എല്ലാ യൂട്യൂബേഴ്സും വളർന്നു വന്നിട്ടുള്ളത്. അതിന്റെ മറ്റൊരു വേർഷനാണ് ബിഗ് ബോസിനകത്ത് എത്തിയ കോമണർ ആയിട്ടുള്ള അനീഷ്. തന്റെ ഫേസ് ഫെമിലിയർ അല്ലാതിരുന്ന സാഹചര്യത്തിൽ തന്റെ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് അതിനകത്ത് നല്ലൊരു സ്പേസ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാൾ വിജയിക്കുന്നുണ്ട് എങ്കിൽ അത് ഈ പറഞ്ഞ സീസണ് തന്നെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു നിമിഷമാണ്. എവിടെയൊക്കെയോ ചിലർ ചില ഇന്റർവ്യൂകളുടെ ഇടയിൽ കഴിഞ്ഞ സീസണിലെ വിജയിയായ ജിൻഡോയിനെയും ഈ സീസണിലെ ഒരു കോമണറായ അനീഷിനെയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് കാണാനിടയായി. അത് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ആദ്യം ചിരി വന്നു. കാരണം ജിൻഡോ എവിടെ നിൽക്കുന്നു, അനീഷ് എന്ന് പറയുന്ന ഒരു കോമണർ എവിടെ നിൽക്കുന്നു എന്നത് നമുക്ക് മലയാളിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ോടും ചായവില്ലാതെ, ഒരു തരത്തിലുള്ള പക്ഷഭേദങ്ങൾ കാണിക്കാതെ, അവിടെ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിസം കളിക്കാതെ, ആരോടും ഫേവറിസം വെക്കാതെ തന്റെ സ്പേസിൽ പറയാനുള്ള കാര്യം പറഞ്ഞ് ധീരനായിട്ട് നെഞ്ചുറപ്പോടുകൂടി ധൈര്യമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ അനീഷ്. അതുപോലെ തന്നെ അനീഷിന് ജിൻഡോയിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഒരുപാട് ക്വാളിറ്റികളുണ്ട്. തന്റെ കരിയർ ബേസ് ആയാലും തന്റെ ജീവിതം ബേസ് ചെയ്തിട്ടായാലും നല്ല കുറെ ക്വാളിറ്റി ഉള്ള ഒരാളാണ് അനീഷ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഈ പറയുന്ന ജിൻഡോ ആയിട്ടൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ മലയാളികൾ അതിനെയൊക്കെ എടുത്ത് കുപ്പത്തൊട്ടിയിലേറ്റിടും. കാരണം അതൊന്നും അങ്ങോട്ട് ഏക്കത്തില്ല. നിങ്ങൾ ആ ഇട്ട സാധനം ഒന്നും ഇവിടെ വർക്കാവില്ല എന്ന് നിങ്ങളെ മനസ്സിലാക്കുക. അത് പറഞ്ഞ ടീംസ് അത് മനസ്സിലാക്കുക. അപ്പൊ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അനുമോളുടെ ഫാമിലി നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്
വളരെയേറെ എന്നിലൊരു സാധാരണ മനുഷ്യനെ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം ഈ പറയുന്ന ആളത് അറിയുന്നില്ല. അതാദ്യം നിങ്ങൾ തിരിച്ചറിയുക. ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന കോമണർ ഇവിടെ ഒരു PR ഉണ്ടാക്കിയിട്ടാണ് പോയെന്ന് ഒരാൾ മനസ്സിൽ തോന്നുന്നില്ല. കാരണം അതിനുള്ള ഒരു ബാക്കപ്പ് ഉള്ള ഒരു കോമണർ അല്ല വന്നിട്ടുള്ളത്. സാധാരണക്കാരനായിട്ടൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് സ്വപ്രയത്നം കൊണ്ട് അവിടെ എത്തിയതിനപ്പുറം തന്റെ അതേ പ്രയത്നം വെച്ചിട്ട് അവിടെ നിലനിൽപ്പിന് വേണ്ടി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ചില കൂട്ടം ആളുകൾക്ക് ഇഷ്ടം തോന്നി. ആ ഇഷ്ടം തോന്നിയ ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്തിട്ട് അദ്ദേഹം നല്ല രീതിയിൽ അവിടെ മുന്നേറി വരുന്നുണ്ട്. ഒരുപക്ഷെ വിജയിക്കും എന്നുള്ള ഒരു സാധ്യതയിലേക്ക് എത്തിയപ്പോൾ ഇത്തരത്തിലുള്ള ഗെയിമുകളും ഇത്തരത്തിലുള്ള തന്ത്രങ്ങളും കൊണ്ടുവരുന്ന നിങ്ങളെയും ഇവിടുത്തെ ജനം തിരിച്ചറിയും. ഇനി മറ്റു വിശേഷങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.